Dear students, by the last class we had studied all aspects of income from salary, and today we are going to discuss some preliminary aspects relating to next head of income, that is income from house property. And at first let us see what is the meaning of the term house property. House property refers to the property which consists of any building and land appurtenant to such building. ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനോടനുബന്ധമായിട്ടുള്ള ലാൻഡും ചേർന്നുള്ള പ്രോപ്പർട്ടിയെയാണ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുക. അപ്പോൾ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിൽഡിംഗ് മീൻസ് എനി ലാൻഡ് സറൗണ്ടഡ് ബൈ വോൾ ഹാവിംഗ് റൂഫ് ഓർ നോട്ട് ബട്ട് യൂസബിൾ. റൂഫ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ഭാഗവും ചുമരുകളുള്ള ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആ ബിൽഡിങ്ങിനോടനുബന്ധമായിട്ടുള്ള കോമ്പൗണ്ട്, പ്ലേ ഗ്രൗണ്ട്, കോർട്ട്യാർഡ്, കിച്ചൺ ഗാർഡൻ ഇവയെല്ലാം ചേർന്നിട്ടുള്ള പ്രോപ്പർട്ടിയെയാണ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്കന്റ് ലാൻഡ് വിത്തൗട്ട് ബിൽഡിംഗ് ഡസ് നോട്ട് കം അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. ഒഴിച്ചിട്ടിരിക്കുന്ന ലാൻഡ്, ബിൽഡിംഗ് ഒന്നും ഇല്ലാതെ ഒഴിച്ചിട്ടിരിക്കുന്ന ലാൻഡിനെ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ മീനിങ് എന്താണെന്ന് മനസ്സിലായി. തുടർന്ന് നമുക്ക് ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. വാട്ട് ആർ ദി കണ്ടീഷൻസ് to be satisfied for charging an income under income from house property? First one, the property should consist of building or land appurtenant thereto. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബിൽഡിങ്ങും ബിൽഡിങ്ങിനോടനുബന്ധമായിട്ടുള്ള ലാൻഡും ചേർന്നിട്ടുള്ളതായിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, ദി അസസി ഷുഡ് ബി ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. അസസി ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം. ആൻഡ് ദി തേർഡ് വൺ ഈസ് ദി പ്രോപ്പർട്ടി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദി അസസി. അസസി അയാളുടെ സ്വന്തം ബിസിനസ്സോ പ്രൊഫഷനോ നടത്താൻ വേണ്ടി ഈ ഹൗസ് പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്താൻ പാടുള്ളതല്ല. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇൻകത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇവിടെ സെക്കൻഡ് കണ്ടീഷനിൽ സൂചിപ്പിച്ചു, ദി അസസി ഷുഡ് ബി ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. ഈ ഓണർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദി വേർഡ് ഓണർ ഇൻക്ലൂഡ്സ് ലീഗൽ ഓണർ ആൻഡ് ഡീംഡ് ഓണർ. ലീഗൽ ഓണറും ആവാം, ഡീംഡ് ഓണറും ആവാം. എന്താണ് ലീഗൽ ഓണർ? ദി പേഴ്സൺ ഇൻ ഹൂസ് നെയിം ദി പ്രോപ്പർട്ടി ഈസ് രജിസ്റ്റേർഡ്. ഒരു ഹൗസ് പ്രോപ്പർട്ടി ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വ്യക്തിയെയാണ് ലീഗൽ ഓണർ എന്ന് പറയുക. അതുപോലെ എന്താണ് ഡീംഡ് ഓണർ? Under section 27, a person shall be deemed to be the owner of the house property in the following cases. ഏതൊക്കെ കേസിലാണ് ഒരു വ്യക്തിയെ ഓണറാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുക, അല്ലെ ഡീംഡ് ഓണർ ആവുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്? ഫസ്റ്റ് വൺ, in the case of transfer of a property to spouse without adequate consideration, the transferor will be the deemed owner of the property. Okay, ഒരാൾ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ തന്നെ ഒരു ഹൗസ് പ്രോപ്പർട്ടി അവരുടെ സ്പൗസിൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരാൾ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ അയാളുടെ ഭാര്യയുടെ പേരിൽ, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരാൾ അയാളുടെ ഭർത്താവിന് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആൾ, ട്രാൻസ്ഫറർ, വിൽ ബി ദി ഡീംഡ് ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ, അതാണ് ഒരു സിറ്റുവേഷൻ. സെക്കൻഡ് കേസ്, ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു എ മൈനർ വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ, ദി ട്രാൻസ്ഫറർ വിൽ ബി ദി ഡീംഡ് ടു ബി ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. ഓക്കെ, ഒരാൾ ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു മൈനറുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ട്രാൻസ്ഫറർ ഡീംഡ് ഓണറായിട്ട് കണക്കാക്കപ്പെടും. തേർഡ് കേസ്, എ മെമ്പർ ഓഫ് HUF ഹോൾഡിംഗ് എൻ ഇമ്പാർട്ടിബിൾ എസ്റ്റേറ്റ് ഓഫ് ദി ഫാമിലി ഈസ് ഡീംഡ് ടു ബി ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. ഒരു HUFന്റെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഒരു പ്രോപ്പർട്ടി, ഇമ്പാർട്ടിബിൾ എസ്റ്റേറ്റ്, അതായത് എല്ലാ മെമ്പേഴ്സിനും വേണ്ടി അർഹതപ്പെട്ടതായിട്ടുള്ള പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു മെമ്പറാണ് അത് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കൈവശം വെക്കുന്ന ആള്
ഡീംഡ് ഓണറാണ്, ആ പ്രോപ്പർട്ടിയുടെ ഡീംഡ് ഓണറാണ്. ആ പ്രോപ്പർട്ടി HUF-ലെ മുഴുവൻ മെമ്പേഴ്സിനും വേണ്ടി ഡിവൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ കൂടെ ഇപ്പോൾ അത് കൈവശം വെച്ചിരിക്കുന്ന മെമ്പർ ഡീംഡ് ഓണറായിട്ട് കണക്കാക്കപ്പെടും. Then fourth one, a member of a cooperative society, company or AOP to whom a property is allotted shall be deemed as the owner of the property even if the ownership of the property rests with the cooperative society, company or AOP as the case may be. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഇവയുടെ ഒരു മെമ്പർ, ആ മെമ്പർക്ക് സൊസൈറ്റിയോ AOP-യോ അല്ലെങ്കിൽ കമ്പനിയോ ഒരു പ്രോപ്പർട്ടി അലോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആ അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള വ്യക്തിക്ക് ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആർക്കാണോ അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ വ്യക്തിയാണ് അത് ഉപയോഗിക്കുന്നത്. ആ വ്യക്തിയെ നമുക്കെന്ത് പറയാം, ഡീംഡ് ഓണറായിട്ട് കരുതാം. അതിൻ്റെ ഓണർഷിപ്പ് അയാൾക്കില്ലെങ്കിലും ആ ഓണർഷിപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ കമ്പനിക്കോ AOP-ക്കോ ആണ്. പക്ഷെ അത് ആർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്, ആ മെമ്പർക്കാണ്. അതുകൊണ്ട് ആ മെമ്പർ ഡീംഡ് ഓണറായിട്ട് കരുതാവുന്നതാണ്. Then fifth one, a person having long-term lease right on a property will be deemed to be the owner till the property is handed over to the lessor after the period of lease. ഒരാൾ ഒരു ലോങ് ടേം ലീസിന് ഒരു പ്രോപ്പർട്ടി എടുത്തിരിക്കുകയാണ്. അതായത് ലോങ് ടേം ലീസ് എന്ന് പറയുമ്പോൾ 12 വർഷമോ അതിൽ കൂടുതലും കാലയളവ്, അത്രയും പീരീഡിലേക്ക് ഒരു ലീസിന് ഒരു പ്രോപ്പർട്ടി ഒരാളിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അങ്ങനെ ലീസിന് എടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആ ലീസ് പീരീഡിന് ശേഷം തിരിച്ച് അതിൻ്റെ ഓണർക്ക് തന്നെ, അതായത് ലെസർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് വരെ ആ പ്രോപ്പർട്ടിയുടെ ഓണർ ആരായിരിക്കും ഓണർ? ആ പാട്ടത്തിനെടുത്ത ലെസി തന്നെയായിരിക്കും. തിരിച്ച് ആ പ്രോപ്പർട്ടി ലെസർക്ക്, ലാൻഡ് ലോഡിന് തിരിച്ചേൽപ്പിക്കുന്നത് വരെ ആ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ട് കരുതപ്പെടുക ലെസി തന്നെയാണ്, ഡീംഡ് ഓണറായിരിക്കും അയാൾ. Then sixth one, if a person takes a land on lease and construct a house property upon it, he will be deemed to be its owner. ലീസിനെടുത്ത പ്രോപ്പർട്ടീൻ്റെ മീതെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ്, ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണറായിട്ട് കരുതപ്പെടുക ലീസിന് എടുത്തിട്ടുള്ള ആളായിരിക്കും, ഡീംഡ് ഓണറാണ് അവിടെ. Then seventh one, if the title of the ownership is disputed in the court of law, the recipient of the rental income or the person who is in possession of the property as the owner is treated as the owner. ഒരു ഹൗസ് പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ദാറ്റ് ഈസ് ഡിസ്പ്യൂട്ടഡ് ഇൻ ദി കോർട്ട് ഓഫ് ലോ, കോടതിയായി കേസ് നടന്നുകൊണ്ടിരിക്കുക, ആർക്കാണ് അതിൻ്റെ ഉടമസ്ഥത എന്നത്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദി റെസിപ്പിയന്റ് ഓഫ് ദി റെന്റൽ ഇൻകം ഓർ ദി പേഴ്സൺ ഹു ഈസ് ഇൻ പൊസഷൻ ഓഫ് ദി പ്രോപ്പർട്ടി, അതായത് ആ പ്രോപ്പർട്ടിയുടെ ഓണർ എന്നുള്ള രീതിയിൽ ആരാണ് ഇപ്പം കൈവശപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റെന്റൽ ഇൻകം, വാടക ആരാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയെയാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനായിട്ട് കണക്കാക്കുക. And the eighth one is, if the owner of the property become insolvent, the official receiver or assignee will be deemed to be the owner. ഒരു ഓണർ, യഥാർത്ഥ ഓണർ എന്ന് പറയുന്ന ആൾ ഇൻസോൾവെൻ്റ് ആണെങ്കിൽ അയാളുടെ ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അസൈനി ആയിരിക്കും ഓണറായിട്ട് കണക്കാക്കപ്പെടുക. അവിടെ ഇതാണ് 8 പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ്. ഡീംഡ് ഓണർ എന്ന് ഒരു വ്യക്തി ഡീംഡ് ഓണർ ആവുന്ന ചില സിറ്റുവേഷൻസ് ആണ് ഇവിടെ 8 സാഹചര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ വരുന്ന ഇൻകം ടാക്സിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഇൻകം ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന്, സ്വന്തം താമസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വീടുകളിൽ നിന്നുള്ള ഇൻകം, വീടുകളുമായി ബന്ധപ്പെട്ട ഇൻകം, അത് എക്സംപ്റ്റഡ് ആണ്. ഒരു വ്യക്തിക്ക് അയാളുടെ 2 വീട് സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. 2019-20 പ്രീവിയസ് ഇയർ മുതലാണത്. നേരത്തെ ഒരു ഹൗസ് ആയിരുന്നു, ഇപ്പോൾ 2 വീടുകൾ സെൽഫ് ഓക്യുപ്പേഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, 2 വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ബിൽഡിംഗ്.
Third one, annual value of one palace of ex-Indian ruler. സാധാരണയായി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണക്കാക്കുന്നത് ഒരു പ്രധാന ആനുവൽ വാല്യൂ എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. ആനുവൽ വാല്യൂ എന്ന കോൺസെപ്റ്റാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇൻകം എത്രയാണെന്ന് തീരുമാനിക്കുന്ന ഓൺ ദി ബേസിസ് ഓഫ് ആനുവൽ വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. ഈ ആനുവൽ വാല്യൂ ഓഫ് വൺ പാലസ് ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ, നേരത്തെ ഇന്ത്യൻ റൂളർ ആയിരുന്ന ഒരാളുടെ വൺ പാലസ്, ഒരു പാലസിന്റെ ആനുവൽ വാല്യൂ, അതായത് ഇൻകം ഫ്രം ദാറ്റ് വൺ പർട്ടിക്കുലർ പാലസ് ഓഫ് ഇന്ത്യൻ ruler, that is exempted from income tax. Then fourth one, income from house property belonging to local authority. ഒരു ലോക്കൽ അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ലോക്കൽ അതോറിറ്റിയുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എക്സംപ്റ്റഡ് ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ സയന്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ exempted ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽ ഓർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ചാരിറ്റബിൾ പർപ്പസസ്, ഇതെല്ലാം exempted ആണ്. സെവൻത് വൺ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് എ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ is exempted. Then eighth one, income from house property held by a trust wholly for charitable or religious purposes. Charitable or religious purpose-ന് വേണ്ടിയിട്ടുള്ള ട്രസ്റ്റിന്റെ കൈവശം വെക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ടുള്ള ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. Then ninth one, income from house property held by political party. And tenth one, income from house property held by the associate for own business or profession. സ്വന്തം ബിസിനസ്സിന് അല്ലെങ്കിൽ സ്വന്തം പ്രൊഫഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക, അതിൽ നിന്നുള്ള ഇൻകം എക്സംപ്റ്റഡ് ആയി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരില്ല. അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിലാണ് വരിക. ഓക്കെ, then what are the different rental values? ഹൗസ് പ്രോപ്പർട്ടിയായി ബന്ധപ്പെട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് ചില ഡിഫറെൻ്റ് കോൺസെപ്റ്റ്സ് റിഗാർഡിംഗ് ദി റെൻ്റൽ വാല്യൂസ് ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി, അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. വേരിയസ് റെൻ്റൽ വാല്യൂസ് ഏതൊക്കെയാണ്? ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്, ഒരു പ്രധാനപ്പെട്ട ടേമാണ് ആക്ച്വൽ റെൻ്റ്, അല്ലെങ്കിൽ നമുക്ക് AR അല്ലെങ്കിൽ ആക്ച്വൽ റെൻ്റൽ വാല്യൂ, ARV എന്നെല്ലാം പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ആക്ച്വൽ റെൻ്റൽ വാല്യൂ ഓർ ആക്ച്വൽ റെൻ്റ്, ARV ഓർ AR എന്ന് പറയും. ആക്ച്വൽ റെൻ്റ് ഓർ de facto rent is the actual amount of rent received or receivable by the owner of the house property from the tenant. എന്താണ് ആക്ച്വൽ റെൻ്റൽ വാല്യൂ അല്ലെങ്കിൽ ഡി ഫാക്ടോ റെൻ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഹൗസ് പ്രോപ്പർട്ടി അതിൻ്റെ ഓണർ ഒരു ടെനൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ആ ടെനൻറ്റിൽ നിന്ന് യഥാർത്ഥത്തിൽ എത്രയാണോ റിസീവ് ചെയ്തിട്ടുള്ള റെൻ്റ് അല്ലെങ്കിൽ കിട്ടാനുള്ള റിസീവബിൾ ആയിട്ടുള്ള കിട്ടേണ്ട റെൻ്റ് എത്രയാണോ ആ റെൻറ്റിനെയാണ് ആക്ച്വൽ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. However, the expenses incurred by the owner for providing facilities such as electricity, water pump, lift, gardener, vehicle parking, etc. other than capital expenditure can be deducted from the rent received to determine the actual rent. അപ്പോൾ ഇവിടെ ടെനൻറ്റിൽ നിന്ന് ഓണർക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ആക്ച്വൽ റെൻ്റ് എത്രയാണെന്ന് കണക്കാക്കുമ്പോൾ ഈ കിട്ടിയ റെൻറ്റിൽ നിന്ന് ചില എക്സ്പെൻസസ് നമുക്ക് ലെസ് ചെയ്യാവുന്നതാണ്. എന്താണ് ആ എക്സ്പെൻസസ്? ചിലപ്പോൾ ചില കോമൺ ഫെസിലിറ്റിയായി ബന്ധപ്പെട്ട് ഈ ടെനൻറ്റിന് ഈ ഫെസിലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയോ വാട്ടർ പമ്പ്, ലിഫ്റ്റ്, ഗാർഡനർ, വെഹിക്കിൾ പാർക്കിംഗ് എന്നിങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസസ് ഈ കിട്ടിയിട്ടുള്ള റെൻറ്റിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യാവുന്നതാണ്. ബാലൻസ് എമൗണ്ടാണ് നമ്മൾ ആക്ച്വൽ റെൻ്റായിട്ട് കണക്കാക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിലും no adjustment will be made regarding municipal tax paid by the tenant to the local authority, repair charges borne by the tenant, notional interest on deposit taken from the tenant. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇത്തരത്തിലുള്ള കോമൺ എക്സ്പെൻസസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്യുമെങ്കിലും ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട എക്സ്പെൻസസുമായി ബന്ധപ്പെട്ട് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും നടത്തുന്നതില്ല. എന്താണ്? മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദി ടെനൻറ്റ് ടു ദി ലോക്കൽ അതോറിറ്റി,
വാടകയ്ക്ക് അല്ലെങ്കിൽ ടെനന്റ് മുനിസിപ്പൽ ടാക്സ് ലോക്കൽ അതോറിറ്റിയിലേക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ ആക്ച്വൽ റെന്റിൽ നിന്ന് കുറയ്ക്കാൻ പാടുള്ളതല്ല. റിപ്പയർ ചാർജസ് ബോൺ ബൈ ദി ടെനന്റ്, ടെനന്റിന് വന്നിട്ടുള്ള റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ഓണർക്ക് അയാളുടെ വാടകയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോഷണൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ടേക്കൺ ഫ്രം ദി ടെനന്റ്, ടെനന്റിൽ നിന്ന് വല്ല ഡെപ്പോസിറ്റ് ഓണർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിന് നോഷണൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു എക്സ്പെൻസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ല. ഈ 3 ഐറ്റംസ് യാതൊരു തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പാടില്ല. ആക്ച്വൽ റെന്റിൽ നിന്ന് കോമൺ എക്സ്പെൻസസിന് വേണ്ടി വന്നിട്ടുള്ള കോമൺ ഫെസിലിറ്റീസിന് വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസസ്, അതായത് ഇലക്ട്രിസിറ്റി, വാട്ടർ പമ്പ്, ലിഫ്റ്റ്, ഗാർഡനർ, വെഹിക്കിൾ പാർക്കിംഗ്, ഈ എക്സ്പെൻസസ് അല്ലാതെ മറ്റ് എക്സ്പെൻസസ്, ഈ മുനിസിപ്പൽ ടാക്സ് ആയാലും ടെനന്റ് അടച്ചിട്ടുള്ള മുനിസിപ്പൽ ടാക്സ്, ടെനന്റ് അടച്ചിട്ടുള്ള റിപ്പയർ ചാർജ്, അതേപോലെ ടെനന്റിൽ നിന്ന് ലാൻഡ് ലോഡ് അതായത് ഓണർ സ്വീകരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റിന് മീതെ കണക്കാക്കാവുന്ന നോഷണൽ ഇൻട്രസ്റ്റ്, ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇതാണ് ആക്ച്വൽ റെന്റുമായി ബന്ധപ്പെട്ട്, ആക്ച്വൽ റെന്റൽ വാല്യൂവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റാണ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ MRV. എന്താണ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ? MRV ഈസ് ദി വാല്യൂ ഡിറ്റർമിൻഡ് ബൈ ദി മുനിസിപ്പൽ അതോറിറ്റീസ് ഫോർ ലെവിയിങ് മുനിസിപ്പൽ ടാക്സസ് ഓൺ ദി ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയുടെ മീതെ മുനിസിപ്പൽ ടാക്സസ് ചാർജ് ചെയ്യാൻ വേണ്ടി മുനിസിപ്പൽ അതോറിറ്റി ഒരു വാല്യൂ നിശ്ചയിക്കും ഹൗസ് പ്രോപ്പർട്ടി. അങ്ങനെ മുനിസിപ്പൽ അതോറിറ്റി നിശ്ചയിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയുടെ ആ വാല്യൂ ഫോർ ലെവിയിങ് മുനിസിപ്പൽ ടാക്സസ്, ആ വാല്യൂനെയാണ് MRV അല്ലെങ്കിൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. Then the third one is fair rental value. Then the third concept is fair rental value or FRV. Fair rental value refers to the rent charged on similar type of property located in the same locality. എന്താണ് ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് ആ ലൊക്കാലിറ്റിയിൽ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിം ലൊക്കാലിറ്റിയിൽ ചാർജ് ചെയ്യുന്ന റേറ്റ് എത്രയാണോ അതിനെയാണ് ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർട്ടിയുടെ ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിക്ക് സിമിലർ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിൽ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള ഫെയർ റെന്റ് എത്രയാണോ അതിനെയാണ് ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് മറ്റൊരു ഫോർത്ത് കോൺസെപ്റ്റ് സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് SRV or SR എന്ന് പറയും. എന്താണ്? ഇറ്റ് ഈസ് ദി റെന്റ് ഫിക്സ്ഡ് അണ്ടർ ദി റെന്റ് കൺട്രോൾ ആക്ട്. ഓരോ സ്റ്റേറ്റിലുള്ള റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ആ വാല്യൂ അതിനെയാണ് സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ SRV or സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് പറയുന്നത്. ഇഫ് ദി സ്റ്റാൻഡേർഡ് റെന്റ് ഹാസ് ബീൻ ഫിക്സ്ഡ് ഫോർ എനി പ്രോപ്പർട്ടി under the Rent Control Act, the owner cannot expect to get a rent higher than the standard rent. ഒരിക്കലും ആ പ്രോപ്പർട്ടിയുടെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്ന ഈ സ്റ്റാൻഡേർഡ് റെന്റിനേക്കാളും കൂടുതലാകാൻ പാടില്ല. റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് റെന്റിനും എബോവ് ആകാൻ പാടില്ല. ഓക്കെ, then the fifth one is expected rental value or ERV or reasonable rent. What is expected rental value or what is reasonable rent or ERV? Expected rental value refers to the amount for which the property might reasonably be expected to be let from year to year. ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാവുന്ന റെന്റൽ വാല്യൂ എത്രയാണ് അതിനെയാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് ആസ് ഇഫ് സ്റ്റാൻഡേർഡ് റെന്റ് ഹാസ് നോട്ട് ബീൻ ഫിക്സ്ഡ് MRV or FRV whichever is higher. എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ ERV എന്ന് പറയുന്നത് MRV or FRV whichever is higher ആണ്.
അത് നാം നേരത്തെ കണ്ടത്. എന്താ MRV, എന്താണ് FRV. ഈ MRVയും FRVയും കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതലുള്ളത് അതാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ ERV ആയിട്ട് എടുക്കുക. എങ്ങനെയാണെങ്കിൽ ഇഫ് സ്റ്റാൻഡേർഡ് റെന്റ് ഹാസ് നോട്ട് ബീൻ ഫിക്സ്ഡ്, അതായത് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ MRV or FRV whichever is higher is taken as the expected rental value. Okay, if standard rent has been fixed, അങ്ങനെ rent control act പ്രകാരം ഒരു സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? MRV or FRV whichever is higher, അതിലേതാണോ കൂടുതലുള്ളത് അത് പരിഗണിക്കുക. ഓർ സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ്ഡ് അണ്ടർ റെന്റ് കൺട്രോൾ ആക്ട്, റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് റെന്റ് ഏതാണെന്ന് നോക്കുക. രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിലേതാണോ കുറവ് അതാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? അതായത് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ സ്റ്റാൻഡേർഡ് റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ ആ പ്രോപ്പർട്ടിക്ക് എന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ MRV മുനിസിപ്പൽ റെന്റൽ വാല്യൂ എത്രയാണ്, അതുപോലെ ഫെയർ റെന്റൽ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഇതിൽ ഏതാണോ കൂടുതലുള്ളത് FRV or MRV whichever is higher is taken as the expected rental value. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ MRV or FRV whichever is higher, ഏതാണോ കൂടുതലുള്ളത് അതെടുക്കുക. പിന്നീട് ആ കൂടുതലുള്ള എമൗണ്ട് സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ കുറവുള്ള എമൗണ്ട് ഏതാണോ അതാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ 5 കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, ആക്ച്വൽ റെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ റെന്റൽ വാല്യൂ എന്താണ്, ടെനന്റിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടുള്ളതോ കിട്ടേണ്ടതോ ആയ റെന്റിനെയാണ് ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത്. അതിൽ ചില കോമൺ ഫെസിലിറ്റീസിന് ഓണർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യാം, എന്നാൽ ടെനന്റ് നടത്തുന്ന എക്സ്പെൻസസ് ഒന്നും തന്നെ ഡിഡക്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. മുനിസിപ്പൽ റെന്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യുവേഷന് വേണ്ടി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ടാക്സ് ചുമത്താൻ വേണ്ടി ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണ് എന്ന് അവർ നിശ്ചയിക്കും. അങ്ങനെ മുനിസിപ്പാലിറ്റി നിശ്ചയിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂനെയാണ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഫെയർ റെന്റൽ വാല്യൂ മൂന്നാമത്തെ കോൺസെപ്റ്റ്. എന്താണ് ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഒരു പ്രോപ്പർട്ടിയുടെ, ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ വാല്യൂ അതേ തരത്തിലുള്ള മറ്റൊരു ഹൗസ് പ്രോപ്പർട്ടിക്ക് സിമിലർ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിൽ ഈടാക്കുന്ന റെന്റ് എത്രയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാല്യൂ നിശ്ചയിക്കുമ്പോൾ അതിനെ ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയും. സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് ആ സ്റ്റേറ്റിലുള്ള റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിട്ടുള്ള റെന്റിനെയാണ് സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ SRV അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് ഓർ SR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ റെന്റൽ വാല്യൂ, ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ, എക്സ്പെക്റ്റഡ് റെന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് റെന്റിലും കൂടുതലാകാൻ പാടില്ല. ദെൻ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. എന്താ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ? ഹൗസ് പ്രോപ്പർട്ടി ഒരു വർഷത്തേക്ക് ലെറ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടേണ്ട വാല്യൂ എത്രയാണ്, അതിനെ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. ന്യായമായും ലഭിക്കാൻ അർഹതപ്പെട്ട ആ റെന്റൽ വാല്യൂനെയാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. ആ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. ആ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? 2 കാര്യങ്ങളാണ് ഓർക്കേണ്ടത്. ഒന്ന്, ആ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ കണ്ടുപിടിക്കേണ്ട ഹൗസ് പ്രോപ്പർട്ടിയുടെ മീതെ സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ആ സ്റ്റേറ്റിലെ റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ, സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ MRV or FRV whichever is higher, അതാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ MRV or FRV whichever is higher അതെടുക്കുക. ഇതിൽ കൂടുതലുള്ളതാണോ അതെടുക്കുക.
പിന്നീട് സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണെന്ന് നോക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൽ കുറവ് ഏതാണുള്ളത് അതാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. അതാണ് തൊട്ട് മുകളിൽ നമ്മൾ എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ പഠിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ പഠിക്കുന്ന സമയത്ത് ഈ സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂവിനേക്കാളും കൂടുതലാവാൻ പാടില്ല എന്ന് തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കി. നോക്കൂ, ഇഫ് ദി സ്റ്റാൻഡേർഡ് റെന്റ് ഹാസ് ബീൻ ഫിക്സ്ഡ് ഫോർ എനി പ്രോപ്പർട്ടി അണ്ടർ ദി റെന്റ് കൺട്രോൾ ആക്ട്, ദി ഓണർ കനോട്ട് എക്സ്പെക്ട് ടു ഗെറ്റ് എ റെന്റ് ഹയർ ദാൻ ദി സ്റ്റാൻഡേർഡ് റെന്റ്. അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു റെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. കമ്പ്യൂട്ട് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ്. ഇവിടെ 3 കേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. കേസ് എ, ബി, സി. മൂന്നിലും MRV അതായത് മുനിസിപ്പൽ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്, ഫെയർ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്, SRV സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലെന്താണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്നാമത്തെ കേസ് എടുക്കുക. കേസ് എ എടുക്കാം. എന്താണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ? ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല. സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടില്ല എങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? റൂൾ എന്തായിരുന്നു? ഈ സ്റ്റാൻഡേർഡ് റെന്റ് ഹാസ് നോട്ട് ബീൻ ഫിക്സ്ഡ്, expected rental value is equal to MRV or FRV, whichever is more. MRV 30,000, FRV 36,000. ഏതാണ് കൂടുതൽ? FRV ആണ്. അപ്പോൾ 36,000 ആണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ. കേസ് എ 36,000. ഓക്കെ, കേസ് ബി. ഇവിടെ സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ടേക്ക് ദി ഹയർ വാല്യൂ ഓഫ് MRV ആൻഡ് FRV. MRV 30,000, FRV 30. ഇതിൽ കൂടുതലുള്ളത് ഏതാണോ അതെടുക്കുക. കൂടുതലുള്ള 36,000 ആണ്. ആ 36,000ഉം പിന്നെ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറവുള്ളത് എടുക്കണം, 33,000. ഓക്കെ, അപ്പോൾ ഇവിടെ കേസ് ബിയിൽ എത്രയാണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ? 33,000 ആണ്. കേസ് 3 MRV 30,000, FRV 36,000, SRV 42,000. അപ്പോൾ ഇവിടെ MRV, FRV അതിൽ കൂടുതലുള്ള എടുക്കുക 36,000 ആണ്. ആ 36,000 സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറവുള്ളത് എടുക്കുക. സ്റ്റാൻഡേർഡ് റെന്റ് നോക്കുമ്പോൾ 42 ആണ്. അപ്പോൾ കുറവുള്ള 36,000. അപ്പോൾ കേസ് സിയിൽ 36,000 ആണ് എക്സ്പെക്റ്റഡ് റെന്റൽ വാല്യൂ ഓർ ERV. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം. ഗ്രോസ് ആനുവൽ വാല്യൂ എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആനുവൽ വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി. ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ മേലെ കിട്ടുന്ന റെന്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കണക്കാക്കുന്നത്. ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം എത്രയാണ് എന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ കോൺസെപ്റ്റ്? ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കണ്ടുപിടിക്കുന്നത്. ഈ ഏർണിംഗ് കപ്പാസിറ്റി അതിനെയാണ് നമ്മൾ ആനുവൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് എത്രത്തോളം ഇൻകം ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യാൻ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നിർണ്ണയിക്കുക. ഈ ഏർണിംഗ് കപ്പാസിറ്റി, ഇൻകം ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ഹൗസ് പ്രോപ്പർട്ടി, that is technically called annual value. അതിനെയാണ് നമ്മൾ annual value എന്ന് പറയുന്നത്. The annual value of a house property before deducting municipal taxes paid by the owner is called gross annual value. അപ്പോൾ ഈ ആനുവൽ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ്, അതായത് ഓണർ പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള ആനുവൽ വാല്യൂ ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ GAV എന്ന് പറയും. ആ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത ശേഷമുള്ള ആനുവൽ വാല്യൂ നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ NAV എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ, നെറ്റ് ആനുവൽ വാല്യൂ എന്നീ രണ്ട് കോൺസെപ്റ്റാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ദെൻ എന്താണ് മുനിസിപ്പൽ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. മുനിസിപ്പൽ ടാക്സസ് ആർ ദി ടാക്സസ് ഇമ്പോസ്ഡ്
on the house property by the municipal authority or local body on the house property. Municipal taxes are the taxes imposed by the municipal authorities or other local authorities, any other local authorities on the house property. ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ മീതെ മുനിസിപ്പൽ അതോറിറ്റി അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, മറ്റേതെങ്കിലും ലോക്കൽ അതോറിറ്റി ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് മുനിസിപ്പൽ ടാക്സസ് എന്ന് പറയുന്നത്. മുനിസിപ്പൽ ടാക്സസ് ഇൻക്ലൂഡ് സർവീസ് ടാക്സസ് സച്ച് ആസ് ഫയർ ടാക്സ്, വാട്ടർ ടാക്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെസ് എക്സെട്ര. ഇതെല്ലാം മുനിസിപ്പൽ ടാക്സസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് ബൈ ദി ഓണർ during the previous year can be deducted from gross annual value. നേരത്തെ കണ്ടു കഴിഞ്ഞു നമ്മൾ. ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഓണർ പേ ചെയ്യുന്ന മുനിസിപ്പൽ ടാക്സസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുക. ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള എമൗണ്ട് ഗ്രോസ് ആനുവൽ വാല്യൂ, ഡിഡക്റ്റ് ചെയ്ത ശേഷം നെറ്റ് ആനുവൽ വാല്യൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓണർ പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സസ് മാത്രമേ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല പ്രീവിയസ് ഇയറിൽ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേത് വർഷവുമായി ബന്ധപ്പെട്ട മുനിസിപ്പൽ ടാക്സ് ആയാലും പേ ചെയ്യുന്നത് പ്രീവിയസ് ഇയറിലായിരിക്കണം, പേ ചെയ്യുന്നത് ഓണർ ആയിരിക്കണം. ഓക്കെ, അതൊന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ഡിഡക്റ്റിംഗ് മുനിസിപ്പൽ ടാക്സ് ഫ്രം GAV. ഗ്രോസ് ആനുവൽ വാല്യൂ GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന ആ ബാലൻസ് എമൗണ്ടിനെയാണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് നാം വിളിക്കുക. അപ്പോൾ ആ നെറ്റ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. 3 പ്രധാന കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന്, ദി ഹൗസ് പ്രോപ്പർട്ടി ഷുഡ് ബി ലെറ്റ് ഔട്ട് ഓർ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ഡ്യൂറിംഗ് ദി ഹോൾ ഓർ പാർട്ട് ഓഫ് ദി ഇയർ. ഹൗസ് പ്രോപ്പർട്ടി പ്രീവിയസ് ഇയറിൽ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ, പ്രീവിയസ് ഇയർ മുഴുവനായിട്ടും അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു നിശ്ചിത പീരീഡിലേക്കെങ്കിലും ലെറ്റ് ഔട്ട് ചെയ്തിരിക്കണം, വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. നമ്പർ 2, ദി മുനിസിപ്പൽ ടാക്സ് മസ്റ്റ് ബി ബോൺ ബൈ ദി ലാൻഡ് ലോഡ്. ഓണർ, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർ ആയിരിക്കണം മുനിസിപ്പൽ ടാക്സ് വഹിക്കേണ്ടത്. ഓക്കെ. തേർഡ് വൺ, ദി മുനിസിപ്പൽ ടാക്സസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ഈവൻ ദോ ദേ ആർ പെർട്ടൈനിങ് ടു പാസ്റ്റ് ഓർ പ്രസന്റ് ഓർ ഫ്യൂച്ചർ ഇയേഴ്സ്. മുനിസിപ്പൽ ടാക്സ് പ്രീവിയസ് ഇയറിൽ തന്നെ പേ ചെയ്തതായിരിക്കണം. അത് പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ പാസ്റ്റ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇയേഴ്സുമായി ബന്ധപ്പെട്ട ഏതോ ആയിക്കോട്ടെ. പ്രസന്റ് ഇയർ ആവട്ടെ, പാസ്റ്റ് ഇയർ ആവട്ടെ, ഫ്യൂച്ചർ ഇയർ ആവട്ടെ, പക്ഷെ അത് പേ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ തന്നെ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുനിസിപ്പൽ ടാക്സ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് NAV കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ, മേജർ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആനുവൽ വാല്യൂ ആണ്. ഈ ആനുവൽ വാല്യൂ ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയെയാണ് നമ്മൾ ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ആ ആനുവൽ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുന്ന മേജർ സിറ്റുവേഷൻസ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന്, ലെറ്റ് ഔട്ട് ഹൗസ്, വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഹൗസിൻ്റെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. മറ്റൊന്ന്, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്, സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ മൂന്നാമത്തത്, ഹൗസ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്, അതായത് വാടകയ്ക്ക് കൊടുത്തതായിട്ട് കണക്കാക്കാവുന്ന തരത്തിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ 3 തരത്തിലുള്ള 3 സിറ്റുവേഷനിലും ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത് ഓരോന്നും മേജർ സിറ്റുവേഷൻ ആണ്. ഇതിൽ ഓരോന്നും ചില മൈനർ ആയിട്ടുള്ള പല കേസസും വരുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.